ഈ ഞങ്ങൾ കൊണ്ടുപോയി വിട്ടിട്ട് 2 കൊല്ലം ഞങ്ങൾ പഠിച്ചല്ലോ 1ാം ക്ലാസ് 2ാം ക്ലാസ്. അപ്പോൾ ഇവിടെ ഈ മലയാള സ്കൂളിൽ ചേർക്കണത്. അപ്പോൾ ആദ്യം മലയാള സ്കൂൾ അറിയില്ലേ നിങ്ങൾക്ക്? അല്ല, ആദ്യം നാട്ടിൽ പഠിക്കാമെന്നായിരുന്നു മനസ്സിൽ. തമിഴ് സ്കൂളാണ് ചേർത്തിയത്. അതെ, എന്നെ ഞാൻ 1 കൊല്ലം തമിഴ് സ്കൂളും ചേർത്തി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെ അറിഞ്ഞു ഈ മലയാള സ്കൂളിന്? മലയാള സ്കൂളുള്ളത് പിന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ മലയാള സ്കൂളിൽ അറിഞ്ഞിട്ടാണ് പിന്നെ സ്കൂൾ കൊണ്ടുപോയി ചേർത്തി. ഓ, അപ്പൊ പിന്നെ ഒരു സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ 1ാം ക്ലാസ് 3 വട്ടം പഠിച്ചാ? 1ാം ക്ലാസ് 2 വട്ടം. 1ാം ക്ലാസ് തമിഴ്, 1ാം ക്ലാസ് മലയാളം, പിന്നെ 2ാം ക്ലാസ് അവിടെ കോതർശി. 1ഉം 2ഉം കോതർശി, പിന്നെ 3 ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ അങ്ങനെ 2-3 കൊല്ലം പോയി. 2-3 കൊല്ലമല്ലല്ലോ, 1 കൊല്ലല്ലേ? ഒരു കൊല്ലം. അത് വിഷയമൊന്നുമില്ല. ഞാൻ തന്നെ 2005 ആയിട്ട് എനിക്ക് 1 കൊല്ലം പോയ പോലെ. അത് വിഷയം. അപ്പോൾ അപ്പോഴാണ് ഈ മണിയെ പ്രസവിക്കാൻ ആവണത്. ഞങ്ങളവിടെ ഉള്ളപ്പോഴാണ്. എന്താ വെച്ചാൽ നിങ്ങളെ കാണാനായിട്ട് അവിടെ കോതർശിയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടില്ലേ? നിങ്ങളെങ്ങനെ പോവാ? നടന്ന്. അവിടെ നിന്ന് കോയമ്പത്തൂർക്ക? അല്ല, കോതകർശിയിൽ നിന്ന് കാരക്കാടാണ് അമ്മ പ്രസവം. നമ്മുടെ വീട്ടിലാണല്ലോ പ്രസവം. ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് പോവാ നാട്ടിലേക്ക്? ട്രെയിനില്. ട്രെയിനില്? ആ, ഷൊർണൂർ ട്രെയിനൊക്കെ 12 ഉള്ളൂ. ആണോ? 12 പറഞ്ഞാൽ 75 പൈസ. അല്ല, അത് പാസഞ്ചർ ട്രെയിനാണല്ലോ. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഷൊർണൂർ പോയി അവിടെ നിൽക്കും. അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകും. അതൊരു 3 കിലോമീറ്റർ ഉണ്ട്. അതിങ്ങനെ സൈഡ് റോഡിൻ്റെ പാലത്തിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ നടക്കുക തന്നെ. അപ്പോൾ മണിയെ പ്രസവിച്ചിട്ട് വന്നിട്ട് പിന്നെ കട ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെയും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. മണിയെ അമ്മ വന്നിട്ട് തൂളി കെട്ടിയിട്ട് ഈ സാരിയിൽ ഇങ്ങനെ തൂളി പോലെ കെട്ടും വണ്ടിയുടെ ആ ഭാഗത്ത്. എന്നിട്ട് കുട്ടിയായിട്ട് കിടത്തും. ആ, കടയിൽ. ചെറിയ കുട്ടിയെ പിന്നെ വീട്ടിലൊന്നും വെച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ വീട്ടിലാണല്ലോ ഈ സംഭവം കെട്ടാ സാധാരണ. അതെ, പക്ഷെ അമ്മ കടയാണല്ലോ നമ്മുടേത്. അങ്ങനെ 69, ഏകദേശം 68 തൊട്ട് 2009 40 കൊല്ലാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. 40 കൊല്ലത്തിൽ അച്ഛമ്മ എന്തൊക്കെ ചെയ്തെന്ന് പറയും. ഞങ്ങൾ 3 പേര് ഇതാക്കി ഇത്ര കാര്യങ്ങൾ ചെയ്തു. എല്ലാവർക്കും 2 സ്ഥലം മേടിച്ചു, സ്വത്തായി. ഞങ്ങളൊക്കെ പഠിത്തം കൊടുത്തു. അതെ, എല്ലാം ചെയ്തു. ബിസിനസ്സാണ്. ഇപ്പം അച്ഛൻ്റെ കുടുംബമായാലും ശരി, അമ്മയുടെ കുടുംബമായാലും ശരി, അമ്മയുടെ തലമുറയിൽ ഇതേപോലെ പുറത്ത് പോയിട്ട് ഒരു ഇത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ അംബാനിയുടെ ഹിസ്റ്ററി പോലെയാണോ നോക്കുന്നത്. നമ്മളും എന്തെങ്കിലുമൊക്കെ ആവണം. അല്ല, മുത്തശ്ശന്റെ ഇതിന് അത്ര ശമ്പളം വന്നില്ല അല്ലേ? അതോ ഇല്ല, പക്ഷെ അത് അമ്മയ്ക്ക് കംപ്ലൈന്റ് അല്ലേ. എന്താ വെച്ചാൽ മുത്തശ്ശൻ വേറെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. മുത്തശ്ശൻ ഈസ് നോട്ട് അഗ്രസീവ്. ആളുണ്ട്, ആളുടെ ഇതുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ആളുടെ ചിലവും പോകുന്നുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ പല കാര്യങ്ങളും നടന്നു. ഒന്നും അറിയില്ല, വീട്ടിലത്തെ കാര്യങ്ങളും അറിയില്ല. എന്തിന് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയതിനെ അമ്മയല്ലേ? സ്കൂൾ കൂടി ഞാനാണ്. അതേമാതിരി മണി പോയി കോളേജ് ചേർത്തിയത് ഞാനാണ്. അത് ശരി. മുത്തശ്ശൻ ആള് ഭയങ്കര സൈലന്റ് ആളുണ്ട്, ആളുടെ പാടുണ്ട്. വളരെ നിർബന്ധപൂർവ്വം എനിക്ക് എൻ്റെ ടി-സിയിൽ 10ാം ക്ലാസ് ടി-സിയിൽ സൈൻ ഇടണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം അച്ഛനെ കൂട്ടിയിട്ട് പോയിട്ട് ഞാൻ സൈൻ എടുപ്പിച്ചു. അച്ഛൻ്റെ സൈൻ ആള് എഴുതില്ലോ. എ പി നാരായണൻ എന്ന് പറഞ്ഞിട്ട് എഴുതില്ലോ. മലയാളത്തിൽ എഴുതും. ഇ-പി എന്നുള്ള ഇംഗ്ലീഷിൽ എഴുതും, നാരായണൻ എന്ന് പറഞ്ഞ് മലയാളത്തിൽ എഴുതും. തമിഴുകാരാണ് ചോദിച്ചാൽ തമിഴിൽ എഴുതി കൊടുക്കും. ഞാൻ മലയാളം ആക്കണം ശരിക്കും. അച്ഛന്റെ സൈന് പക്ഷേ ഇതല്ലേ